സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം പഴയന്നൂർ വടക്കേത്തറ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഭക്തി ആദരപൂർവ്വം ആചരിച്ചു. നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനാചരണം പഴയന്നൂർ വടക്കേത്തറയിലെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച് പഴയന്നൂർ വടക്കേത്തറ SNDP യോഗം 2268 ശാഖയുടെ നേതൃത്വത്തിൽ ഭക്തിപൂർവ്വം ആചരിച്ചു. രാവിലെ 6 മണിക്ക് വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് വഴിപാടുകൾ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്ത സമൂഹ പ്രാർത്ഥനയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഉച്ചതിരിഞ്ഞ് 3:30 ചടങ്ങുകൾക്ക് സമാപനമായി. അന്നദാനത്തോടെയാണ് മഹാസമാധി ദിനാചരണ പരിപാടികൾ അവസാനിച്ചത്. ശാഖാ രക്ഷാധികാരി MK നാരായണൻ മാസ്റ്റർ ചടങ്ങിനെക്കുറിച്ച് സംസാരിച്ചു. ശാഖാ സെക്രട്ടറി MS സജേഷ്, മുൻ ശാഖാ പ്രസിഡന്റ് P രാജൻ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ലോകാരാധനായ ശ്രീനാരായണ ഗുരുദേവന്റെ 98ാമത് മഹാസമാധി ഇന്ന് ലോകമെമ്പാടും ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 2268 നാൾ പഴയന്നൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ സന്നിധി വിവിധ പരിപാടികളോട് ആചരിക്കുക. രാവിലെ ദീപാരാധന, പൂജ എന്നിവ നടക്കുകയുണ്ടായി. അതിനുശേഷം 11 മണിയോടുകൂടി സമൂഹ പ്രാർത്ഥന ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവന്റെ സമാധി സമയമായ ഏതാണ്ട് 3:30 ഈ സമൂഹ പ്രാർത്ഥന അവസാനിക്കുന്നത്. പിന്നീട് അന്നദാനം നടത്തുന്നതുമാണ്. അതിൻ്റെ ഏതാണ്ട് ശ്രീനാരായണീയരായ ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ പൂജാതനായത്. ചെമ്പഴന്തി വയൽവാട്ട് വീട്ടിൽ ജനിച്ച ഗുരുദേവന്റെ ആ മഹാസമാധി 1928 സെപ്റ്റംബർ 21 അല്ലെങ്കിൽ കന്നിമാസം 5-ാം തീയതിയാണ് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗുരുദേവന്റെ ജനനം ചതയം നക്ഷത്രത്തിലാണ്. അത് 1855 ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ വർക്കലയുള്ള ശിവേരിയിലെ വയൽവാരത്ത് വീട്ടിൽ മാടനാശാന്റെയും കുമാരുവിൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം അങ്ങനെ ജീവിതകാലം മുഴുവനും ഈ സാധുജനങ്ങളുടെ ഈ പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മരുത്വാമലയിലെ പിള്ളത്തറത്തിൽ പോയി തപസ് ചെയ്യുകയും ശിവ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അരുവിപ്പുറത്ത് ഈ പിള്ളത്തടത്തിൽ പിള്ളത്തടമല്ല, അവിടെ കൊടികുത്തി മലയിലുള്ള ഗുഹയിൽ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്.